നമസ്കാരം. വെളുക്കാൻ തേച്ചത് പാണ്ടെന്ന അവസ്ഥയാണ് CPM-ന്. ആരോഗ്യമേഖല നമ്പർ 1 എന്ന് കൊട്ടിഘോഷിക്കുന്നതിനിടയിലാണ് ഡോക്ടർ ഹാരിസ് ചെർക്കലിന്റെ വെളിപ്പെടുത്തലും കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടവുമൊക്കെ ആ തള്ളിന് ക്ഷീണമുണ്ടാക്കിയത്. എന്നാൽ ഇതിനിടയിൽ ഒത്തുപിടിച്ച് ആ തള്ളു വീണ്ടും നടത്തുന്നതിനിടയിലാണ് സജി ചെറിയാന്റെ പ്രസ്താവന വീണ്ടും CPM-ന് പാരയായി മാറുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ രക്ഷിക്കാനിറങ്ങി സ്വയം വീട്ടിലാവുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും തന്റെ ജീവൻ നിലനിർത്തിയത് സ്വകാര്യ ആശുപത്രിയെന്നുമാണ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്വകാര്യ ആശുപത്രിയിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ലെന്ന ന്യായീകരണത്തിനിടയിലായിരുന്നു മന്ത്രി ഇങ്ങനെ പറഞ്ഞത്. വിവാദമായാൽ ഉടൻ യൂട്ടേൺ അടിച്ച് മാധ്യമങ്ങളെ പഴി പറയുന്നതാണ് CPM-ന്റെ പതിവ് രീതി. ഇവിടെയും അത് തെറ്റിയില്ല. സജി ചെറിയാനും യൂട്ടേൺ അടിച്ചു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാമർശത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നാണ് സജി ചെറിയാന്റെ പുതിയ വാദം. എന്തിനാണ് എല്ലാവരും സ്വകാര്യ മേഖലയിൽ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിയാണ് 2018 ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്റെ അനുഭവം പറഞ്ഞതെന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. 2018 ഡെങ്കിപ്പനി വന്നപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയി. എൻ്റെ രോഗം മൂർച്ഛിച്ചപ്പോൾ ആശുപത്രിക്കാരുടെ നിർദ്ദേശപ്രകാരം വീട്ടുകാർ അമൃത ആശുപത്രിയിൽ കൊണ്ടുപോയി ജീവൻ രക്ഷിച്ചു കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനല്ല, അമൃതയിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. സ്വകാര്യ ആശുപത്രി മോശമാണെന്ന് കാണുന്നയാളല്ല താൻ. സർക്കാർ ആശുപത്രി പോലെ മെച്ചപ്പെട്ട സ്വകാര്യ ആശുപത്രി കേരളത്തിലുണ്ടെന്നും സജി ചെറിയാൻ പറഞ്ഞു. സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത് പാപമാണെന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണ് താൻ പറഞ്ഞതെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. ചെങ്ങന്നൂരിലെ ചെറിയ ആശുപത്രിയിലാണ് താൻ പോയതെന്നും അസുഖമെന്ന് ബോധക്കേടായി നിൽക്കുമ്പോൾ തനിക്കല്ലല്ലോ എവിടെയാണ് പോകേണ്ടുന്നതെന്ന് അറിയുന്നതെന്നും സജി ചെറിയാൻ പറഞ്ഞു. അമൃതയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ആളുകൾ അവിടെ കൊണ്ടുപോയി. അതിനർത്ഥം സർക്കാർ ആശുപത്രികൾ മോശമാണെന്നല്ല. എന്തിനാണ് വിവാദമുണ്ടാക്കുന്നതെന്നും താൻ പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. സ്വകാര്യ ആശുപത്രിയിൽ മന്ത്രിമാരും പോകും, സാധാരണക്കാരും പോകും, അല്ലാത്തവരും പോകും. ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്. കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രിയിലും പോകുമെന്നായിരുന്നു നേരത്തെ മന്ത്രി പറഞ്ഞത്. തന്നെ അമൃത ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ 14 ദിവസം ബോധമില്ലായിരുന്നു. താൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ആശുപത്രി മോശമാണോ? അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതമായ കാര്യങ്ങളാണെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. കൂടുതൽ സാങ്കേതിക വിദ്യകളുള്ള സ്വകാര്യ ആശുപത്രികളുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രിയിൽ വന്നു കാണില്ല. കാരണം കൂടുതൽ ആളുകൾ വരുന്ന സ്ഥാപനം എന്ന നിലയ്ക്ക് സർക്കാർ ആശുപത്രികളിൽ അതിൻ്റെ ടെക്നോളജികളും സാമ്പത്തികമായ സഹായങ്ങളും കുറവായിരിക്കും. ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ ടെക്നോളജി വരും. അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്നും സജി ചെറിയാൻ പറഞ്ഞു. സർക്കാർ ആശുപത്രികൾ പാവപ്പെട്ടവന്റെ അത്താണിയാണെന്നും വീണ ജോർജിനെതിരായ സമരത്തിന്റെ മറവിൽ സ്വകാര്യ കുത്തക ആശുപത്രികളെ വളർത്താൻ ഗൂഢനീക്കമെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നാടകങ്ങളാണെന്നും പ്രതിപക്ഷത്തിന് വട്ടുപിടിച്ചെന്നും സജി ചെറിയാൻ പറഞ്ഞു. അതേസമയം സജി ചെറിയാന്റെ പരാമർശത്തിൽ പ്രതികരിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണനും രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം സ്വന്തം അനുഭവം കൊണ്ട് പറഞ്ഞതാകാമെന്നാണ് TP രാമകൃഷ്ണന്റെ വിശദീകരണം. സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് താൻ. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിൽ തന്റെയും ജീവൻ പോയനേമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. ആരോഗ്യ മേഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള സമരങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. കോട്ടയത്തെ അപകടം സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിനെ ചൊല്ലി അക്രമ സമരങ്ങൾ അരങ്ങേറുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പോലും നടക്കുന്നു. ഇങ്ങനെയാണോ സമരങ്ങൾ നടത്തേണ്ടതെന്നും TP രാമകൃഷ്ണൻ ചോദിച്ചു.